ദേവീ ശരണം അമ്മേ. കണ്ടേൻ വിഷ്ണു സഹസ്രനാമമഖിലം വായിച്ചറിഞ്ഞേൻ ദൃഢം പണ്ടേ തന്നെ. ഇതാദികേശവനുടെ സസ്സോദരീ സത്യമായി എൻ ഗാനങ്ങളിലങ്ങു ചേർത്തതു നലമോടാലോ ആലാപനം ചെയ്കയാലെൻ ചിത്തം കുളിരാർന്നുഹ സുഹൃതി നീ എൻ ആറ്റുകാലീശ്വരീ. ദേവീ ശരണം അമ്മേ, ആറ്റുകാലമ്മേ ശരണം. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗവേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധം തൃതീയ അധ്യായം സുകന്യാചരിതം ആണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ചവന മഹർഷി, അന്ധനായ വൃദ്ധനായ ചവന മഹർഷി സുകന്യയെ തനിക്ക് വിവാഹം ചെയ്തു തരൂ എന്ന് ശര്യാദിയോട് പറഞ്ഞ സമയത്ത് രാജാവ് അതീവ ദുഃഖിതനായി തൻ്റെ ബാലികയായിട്ടുള്ള മകളെ എങ്ങനെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ചിന്താഭഗ്നനായി മന്ത്രിമാരോടെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവരെല്ലാം ചിന്താകുലരാണ് എന്ന് കണ്ടിട്ട് സുകന്യ ചിരിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, പിതാവേ, ഹേ രാജൻ, അങ്ങ് ഇത്ര ചിന്താപരവശനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവണില്ല. ഞാൻ നിമിത്തമാണ് അങ്ങയ്ക്കും സൈനികർക്കും ഈ ദുഃഖം ഉണ്ടായിട്ടുള്ളത്. അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത് അങ്ങയുടെ ചിന്തയ്ക്കും കാരണമെന്നെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ആ മുനിയെ സമാശ്വസിപ്പിച്ചു കൊള്ളാം. ഞാൻ അദ്ദേഹത്തിനെ വിവാഹം ചെയ്ത് സന്തുഷ്ടനാക്കാം. അദ്ദേഹത്തിന് വേണ്ട പരിചാരങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കാട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് തന്നെ വസിക്കാം എന്നെല്ലാം രാജാവിനോടും അച്ഛനോടും രാജാവും അച്ഛനുമായ ശര്യാദിയോട് മകള് സുകന്യ പറഞ്ഞു. ഇത് കേട്ട രാജാവ് പറയുകയാണ്, ഹേ മകളെ, അബലയായ നീയ കാട്ടിൽ ചെന്ന് അന്ധൻ്റെ പരിചര്യ എങ്ങനെയാ ചെയ്യുക? എങ്ങനെയാ നീ ഇതൊക്കെ നിർവഹിക്കുക? ജരാബാധിതനാണ്, കോപിഷ്ഠനാണ്. ത്രരൂപ സൗന്ദര്യമുള്ള ഇളം പ്രായത്തിലുള്ള നീ എങ്ങനെ അന്ധനും ജരബാധിച്ചവനുമായിട്ടുള്ള ഒരാൾക്ക് പത്നിയായിട്ട് പരിചരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ഒരച്ഛനായിട്ടുള്ള ഞാൻ ഈ കൃത്യം എങ്ങനെയാ ചെയ്യുക? ധനധാന്യ സമൃദ്ധിയൊക്കെയുള്ള നല്ല യൗവനവും ആരോഗ്യ ദൃഢഗാത്രനുമായിട്ടുള്ള ഒരു രാജാവിന് അല്ലേ ഞാൻ നിന്നെ, രാജകുമാരിയായിട്ടുള്ള നിന്നെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്? ഒരു വനവാസിക്കാണോ ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്? ആ പുൽക്കുടിലിൽ, ആ കൊടും കാട്ടിൽ അന്ധനായിട്ടുള്ള അവന് ആ ഋഷിക്ക് സേവനം ചെയ്തുകൊണ്ട് ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ട് നിൻ്റെ ജീവിതം തന്നെ നരകമാവും എന്നുള്ളത് തീർച്ചയാണ്. അതിൽ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഒരു വിധത്തിലും ഞാൻ നിന്നെ ക്ഷവനന് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഈ രാജ്യമുണ്ടായിരിക്കട്ടെ, അഥവാ ആ ശാപം കൊണ്ട് നശിക്കട്ടെ.
അല്ല, അദ്ദേഹത്തിൻ്റെ ശാപത്താൽ ഞങ്ങളെല്ലാം രോഗികളായി പീഡനം അനുഭവിക്കട്ടെ, മരിക്കട്ടെ, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അതിനായിക്കൊണ്ട് നന്നെ ആ ഋഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ധർമ്മമല്ല, അത് ഞാൻ ചെയ്യില്ല എന്നതാ ശര്യാദി പറഞ്ഞപ്പോഴാണ് മകൾ പറയണത്, അച്ഛാ, അവിടുന്ന് എന്നെപ്പറ്റി വിചാരപ്പെടരുത്. ഞാൻ നിമിത്തം സകല ലോകർക്കും ഈ ദുഃഖമുണ്ടാവരുത്, ക്ലേശങ്ങൾ ഉണ്ടാവരുത്. അങ്ങ് എൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സുഖത്തോടും സന്തോഷത്തോടും കൂടി അല്പം പോലും ഭോഗ ഇച്ഛ ഇല്ലാതെ കണ്ട് വൃദ്ധനും വന്ധനുമായിട്ടുള്ള ആ മുനിയെ ഞാൻ പതിവ്രതയായിട്ടുള്ള ഒരു പത്നിയായിരുന്നു കൊണ്ട് പരിചരിച്ചു കൊള്ളാം. അതിൽ എനിക്ക് മനസ്സിന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛൻ വ്യാകുലപ്പെടരുത് എന്ന് ശര്യാദിയെ അച്ഛനെ ആശ്വസിപ്പിച്ചു. അവളുടെ ഇത്തരത്തിലുള്ള വാക്കുകളെ കേട്ട മന്ത്രിമാർ അത്ഭുതപ്പെട്ടു. അച്ഛനായ രാജാവും സന്തുഷ്ടനായി. അവളെയും കൂട്ടിക്കൊണ്ട് വനത്തിലേക്ക് പോയി മുനിയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ പ്രണമിച്ചു, നമസ്കരിച്ചു. എൻ്റെ പുത്രിയെ അങ്ങ് പരിചര്യയ്ക്ക് വേണ്ടി വിധിപ്രകാരം സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് സ്വന്തം പുത്രിയെ വിധിപ്രകാരം അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. കന്യകയെ ലഭിച്ചതിനാൽ ഭാർഗവകുലത്തിൽ ജനിച്ച ചവനമുനി പ്രസന്നനായി തീർന്നു. രാജാവ് നൽകിയ പാരിതോഷികങ്ങളൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. സ്വന്തം പരിചരണത്തിന് വേണ്ടി കന്യകയെ മാത്രമേ ചവനൻ സ്വീകരിച്ചുള്ളൂ. സുകന്യയെ സ്വീകരിച്ച മുനി പ്രസന്നനായപ്പോൾ സൈന്യങ്ങൾക്കും രാജാവിനും തൽക്ഷണം തന്നെ ആ ദേഹാസ്വാസ്ഥ്യമെല്ലാം പോയി, സുഖപ്പെട്ടു. രാജാവും സന്തോഷിച്ചു. പുത്രിയെ മുനിക്ക് നൽകിയിട്ട് രാജാവ് സ്വന്തം ഗൃഹത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ മകള് അച്ഛനായ രാജാവിനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൂടി നിങ്ങൾ കൊണ്ടുപോകണം. ചുറ്റാൻ മരവുരിയും നല്ല മാൻതോലും എനിക്ക് തരണം. മുനിപത്നിമാരുടെ വേഷം ധരിച്ച് തപസ്സിൽ മുഴുകി ശുശ്രൂഷ ഞാൻ ചെയ്യാം. അതുമൂലം അങ്ങയുടെ കീർത്തി ഭൂമിയിലും 14 ലോകത്തിലും ശാശ്വതമായി തീരും. പരലോക സുഖത്തിന് വേണ്ടി ഞാൻ രാപ്പകൽ പരിശ്രമിക്കും. അന്ധനും വൃദ്ധനുമായിട്ടുള്ള ഒരുവന് സുന്ദരിയും യുവതിയുമായ എന്നെ നൽകിയതുകൊണ്ട് എൻ്റെ ശീലം നശിക്കുമോ എന്ന് ചിന്തിച്ച് അങ്ങ് പ്രയാസപ്പെടേണ്ട. വസിഷ്ഠ പത്നിയായ അരുന്ധതിയെപ്പോലെ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചുകൊള്ളാം. അങ്ങ് ഒട്ടും വിചാരപ്പെടരുത്. അത്രിയുടെ പത്നിയായ അനസൂയ സാധ്വി എന്ന നിലയ്ക്ക് എത്ര പ്രസിദ്ധിയായിരുന്നുവോ അതുപോലെ ഭൂമിയിൽ അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ വസിച്ചുകൊള്ളാം എന്ന അച്ഛനെ സാന്ത്വനപ്പെടുത്തി. സുകന്യയുടെ വാക്കുകേട്ട് പരമധർമ്മജ്ഞനായിട്ടുള്ള ശര്യാദി രാജാവ് സന്തോഷപ്പെട്ടുകൊണ്ട് അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് മരവരി മുതലായിട്ടുള്ള ഉടുക്കാനായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് അവൾ ഉടുത്തിരുന്നതായിട്ടുള്ള ആഡംബര വസ്ത്ര ആഭരണാദികളെയെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും രാജധാനിയിലേക്ക് മടങ്ങി അത്യന്തം ദുഃഖത്തോടെ വിലപിച്ച് വിറകൊള്ളുന്നവനെ പോലെ ആയിത്തീർന്നു രാജാവായിട്ടുള്ള ശര്യാദി. അവളോട് യാത്ര ചോദിച്ച്
മുനിയെയും നമസ്കരിച്ച് ആ പുത്രിയെ അവിടെ വെടിഞ്ഞുകൊണ്ട് സൈനികരോടും മന്ത്രിമാരോടും ഒത്തുകൂടി ശര്യാജിതൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ അധ്യായം ഇവിടെ ഇതാ അവസാനിക്കണു. സുകന്യാചരിതം എന്നുള്ളത് വീണ്ടും തുടർന്നു പോകുന്നുണ്ട്. അടുത്ത അധ്യായത്തിലൂടെ ആ കഥകളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു പോവാം. സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ തന്നെ ഇന്ന് നിർത്തുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.